ഈ കിടക്കുന്നത് കണ്ടോ, നമ്മുടെ കാറ്റാടി യന്ത്രത്തിൻ്റെ ഒരു ലീഫാണ് ഈ കിടക്കുന്നത്. അതായത് അതിൻ്റെ ഒരു പ്രൊപ്പല്ലർ എന്നൊക്കെ പറയും. ഞാൻ ഈ സാധനം മുമ്പ് ഒരു വീഡിയോയിലൊക്കെ കണ്ട സമയത്ത് വിമാനത്തിൻ്റെ ചിറകാണെന്ന് കരുതിയിരുന്നു. നമ്മൾ തെറ്റിദ്ധരിച്ചതാണ്. അപ്പോൾ നേരിട്ട് കണ്ടേക്കല്ല ഇത് എന്താണ് ഈ കാറ്റാടി യന്ത്രത്തിൻ്റെ ലീഫാണെന്നുള്ളത് മനസ്സിലാവുന്നത്. ഇത് ആ കാറ്റാടി യന്ത്രത്തിൻ്റെ ആ ഭാഗം, ആ ടവറിൽ ഫിറ്റ് ചെയ്യുന്ന ഭാഗം, ആ ഏരിയയാണ് കേട്ടോ. ഒരാൾക്ക് സുഖമായിട്ട് നിൽക്കാനുള്ള സൗകര്യമുണ്ട്. ആ നെറ്റ് ബോൾട്ടിട്ട് ടൈറ്റ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് നോക്കി നോക്കും. കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ കാറ്റാടി യന്ത്രം ഉപയോഗിക്കുന്നത്. ഇതുപോലെ വലിയൊരു ടവറിലാണ് ഇത് ഫിറ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് സ്റ്റെപ്പ് കയറി അതിനകത്ത് സ്റ്റെപ്പിൽ കൂടെ കയറിയിട്ട് അതിനകത്ത് ഏകദേശം ഒരു ബെഡ്റൂമിനേക്കാളും വലിപ്പമുള്ള ഒരു റൂം പോലൊരു സംഭവമുണ്ട്. അതിനകത്താണ് ഈ ജനറേറ്റർ ഫിറ്റ് ഉള്ളത്. ഈ ജനറേറ്റർ ലീഫ് കറങ്ങുമ്പോൾ അതിൻ്റെ കൂടെ ഈ ജനറേറ്റർ കറങ്ങിയിട്ടാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് കാറ്റാടി യന്ത്രത്തിൽ. 400-900 കിലോ വാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന ജനറേറ്ററിൽ ഇന്ന് നിലവിലുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അതിലും കൂടുതലുണ്ടോയെന്ന് അറിഞ്ഞൂടാ. നമ്മുടെ പഴയ കാലത്ത് സൈക്കിൾ കണ്ടിട്ടുണ്ടോ, ഡൈനാമോ ഒക്കെ ഉള്ള, നമ്മൾ വെളിച്ചത്തിന് വേണ്ടിയിട്ട് ഈ സാധനം ടയർ കറങ്ങുമ്പോൾ നമുക്ക് വെളിച്ചം ഉണ്ടാവും. അതേ സിസ്റ്റം തന്നെയാണ് ഈ ഇതിനകത്തും നടക്കുന്നത്. അതിൻ്റെ ഒരു ചിറകിൻ്റെ നീളം നോക്കി നോക്കൂ. 80 മീറ്റർ നീളം ഒക്കെ ഉള്ള പ്രൊപ്പല്ലറുകൾ, ചിറകുകൾ ഇന്ന് നിലവിൽ ഉണ്ട്. അതിലും കൂടുതലും നീളമുള്ള ചിറകുകളൊക്കെ നിലവിലുണ്ട് എന്ന് പറഞ്ഞേക്കുന്നത് കേട്ടോ. അതിൻ്റെ ഒരു വീതി നോക്കി നോക്കൂ. നമ്മളൊക്കെ കിടന്നാൽ അതിനേക്കാളും വലുപ്പം വീതിയുള്ള സംഭവമാണ്. ഞാനിത് കറങ്ങുന്ന സമയത്തൊക്കെ ചെറിയ ഫാനാണെന്ന് നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു നീളം നോക്കി നോക്കൂ. കേരളത്തിലെ ആദ്യത്തെ കാറ്റാടിപ്പാടം സ്ഥാപിച്ചിട്ടുള്ളത് പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോടാണ്. 1995 28 ഏക്കറിലാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട്. KSEB ആണ് അത് സ്ഥാപിച്ചിട്ടുള്ളത്. പാലക്കാട് ഭാഗത്തൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ അവിടേക്ക് ഒന്ന് ചെന്ന് കാണുക, അതൊക്കെ കണ്ടൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. പിന്നെ നമ്മുടെ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് അതൊക്കെ കാണാനുള്ള ഒരു അവസരം കൂടെ നമുക്ക് നൽകണം എന്നുള്ളതൊരു കാര്യം തന്നെയാണ് കേട്ടോ. അട്ടപ്പാടിയിലും ഷോളയൂരൊക്കെ കാറ്റാടി യന്ത്രങ്ങൾ നമ്മുടെ സിനിമാ നടൻ മമ്മൂക്കക്കും പ്രമുഖ വ്യവസായികൾക്കൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ അട്ടപ്പാടിയിലൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി അവരുടെ സ്ഥാപനങ്ങളിലൊക്കെ ബില്ലിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കലാണ് സിസ്റ്റം എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. ശരിയാണോ തെറ്റാണോ എന്ന് അറിഞ്ഞൂടാ. അപ്പം ഞാൻ ഈ പറഞ്ഞ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കണ്ടുപിടിക്കുക, കമൻറ്റിൽ എഴുതുക. തെറ്റ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളിയുടെ ഒരു ആവേശമാണല്ലോ.